സ്മൃതി, ഇപ്പോൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തുന്നത്. നേരത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ പ്രസ് കോൺഫറൻസിലൂടെയും വിശദീകരിച്ചിരുന്നു. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറുന്ന തരത്തിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകി പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി തെളിവുകൾ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന തെളിവുകളാണ്, ഞെട്ടിക്കുന്ന സംസാരിക്കുന്ന തെളിവുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തെളിവുകൾ അത് പരിശോധിച്ച് ഓരോന്നായി അദ്ദേഹം പുറത്തുവിട്ടു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി എവിടെന്നെങ്കിലും എടുത്തുകൊണ്ടുവന്നല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കടലാസുകളിൽ നിന്നും ആ ക്രമക്കേട് കണ്ടെത്തി അതിലെ തെളിവുകൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന പരിശോധനയിൽ നിന്ന്, എന്ന ആലോചനയിൽ നിന്നാണ് ഇങ്ങനെയൊരു പരിശോധനയിലേക്ക് അവർക്ക് കടക്കേണ്ടി വന്നത്. 4 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായി മറുപടി നൽകിയില്ല. അതിനുശേഷം ഡിജിറ്റൽ തെളിവുകൾ ആവശ്യപ്പെടുമ്പോൾ ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോഴാണ് എന്നാൽ പിന്നെ നമ്മൾ തന്നെ അന്വേഷണം നടത്തിക്കളയാം എന്നൊരു ആലോചനയിലേക്ക് അവർ പോകുന്നത്. അങ്ങനെയാണ് കർണാടകയിലെ സെൻട്രൽ ബംഗളൂരുവിലെ ഈ പറയുന്ന നിയമസഭാ മണ്ഡലം മഹാദേവപുരയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ആ മഹാദേവപുരയിൽ കണ്ടെത്തിയത് എന്താണ്? 1 ലക്ഷത്തിൽ പരം കള്ളവോട്ട്, അല്ലേ, 1 ലക്ഷത്തിൽ പരം ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൃത്യ കണക്കുണ്ടല്ലോ, 1,250,000 പേർ വോട്ട് ചോരി എന്നാണ് പറയുന്നത്. വോട്ട് ചോരി എന്ന് പറയുമ്പോൾ മോഷണം നടത്തിയിരിക്കുന്നു. അതെങ്ങനെ മോഷണം നടത്തി? തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണപക്ഷവും ചേർന്ന് BJPയും ചേർന്ന് നടത്തിയ മോഷണം എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി നമ്മുടെ മുന്നിൽ ഒരേ ആൾ തന്നെ 4 ബൂത്തുകളിൽ ഒരേ ആളുടെ ഫോട്ടോ നമ്മൾ കാണുന്നു. കന്നി വോട്ടർമാരുടെ കൂട്ടത്തിൽ 70-കാരിയെ നമ്മൾ കാണുന്നു. പിന്നെ നോക്കുമ്പോൾ ചിലതിൽ ഫോട്ടോകളില്ല, ചിലതിൽ അച്ഛൻ്റെ സ്ഥാനത്ത് DGAF എന്നൊക്കെ പറഞ്ഞ അക്ഷരങ്ങൾ മാത്രമായിട്ട് പേരില്ല, ആ രൂപത്തിൽ കാണുന്നു. പിന്നെ അഡ്രസ്സ് ചില പ്രത്യേകതരം അഡ്രസ്സ് കാണുമ്പോൾ ആ അഡ്രസ്സിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് ഒരു ബ്രൂവറി ആകുന്നു. അതിൽ ബ്രൂവറിയിലേക്ക് 49 പേരോ അങ്ങനെ എന്തോ അത്രയും ആളുകൾ എങ്ങനെയാണ്? 68 പേർ. അതെങ്ങനെയാണ് വരുന്നത്? വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ്, ഒരു വീട്ടിലെ അല്ല. അങ്ങനെ വരുന്നു. പിന്നെ ഒരു മുറി വീട്ടിൽ പല വീടുകളിൽ നിന്നുള്ള ആളുകൾ ചേർന്നിട്ടുള്ള അഡ്രസ്സ് വരുന്നു. ഇങ്ങനെ വിവിധ തരം, ഇതൊക്കെ ആ വീടുകളിൽ പോയി കൂടിയാണ് അവർ പരിശോധിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ പറയുന്ന കടലാസുകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുമ്പോൾ ആ കടലാസുകൾ എന്ന് പറയുന്ന അടുക്കി വെച്ച ചിത്രമടക്കമുണ്ട് രാഹുൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ. അത് 7 അടിയോളം വരുന്ന കടലാസ് കൂമ്പാരമാണ്. അത് 300 കിലോ വരുന്ന കടലാസ് കൂമ്പാരമാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടി വന്നത്? ഓരോ ഫോട്ടോയും എടുത്ത് കമ്പയർ ചെയ്യണം. ആ ഒരു ഫോട്ടോ, അങ്ങനത്തെ ഒരു ഫോട്ടോ ഇനിയുണ്ടോ എന്ന പരിശോധന നടക്കണം. ഒരു അഡ്രസ്സ്, അങ്ങനത്തെ അഡ്രസ്സ് ഉണ്ടോ എന്ന പരിശോധന നടക്കണം. അത് ഇത്രയും പേജുകളിലൂടെ എങ്ങനെ കടന്നു പോയിട്ടുണ്ടാകാം? 6 മാസം എടുത്തു എന്നാണ് പറയുന്നത്. 6 മാസം എടുത്ത് നടത്തിയ ഒരേ ഒരു മണ്ഡലത്തിൽ നടത്തിയ തെളിവെടുപ്പിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ വിവരങ്ങൾ അത് രാജ്യത്തെ ആകെ ആ അന്വേഷണത്തിലേക്ക്, ആ പരിശോധനയിലേക്ക് കടന്നാൽ എന്ത് തെളിവുകളായിരിക്കാം കണ്ടെത്താനാവുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം വന്നല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറയുന്നു. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്, ആ വിവരങ്ങൾ ഇങ്ങോട്ട് തരൂ എന്നാണ് പറയുന്നത്. പരിശോധിക്കാമെന്നാണ് പറയുന്നത്. അതായത് പറഞ്ഞ കാര്യങ്ങൾ കളവാണെന്നോ അത് തെറ്റാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നും നിഷേധിച്ചിട്ടില്ല. ഒന്നും നിഷേധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ല. അവിടെയാണ് ഇതിൽ ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിലും കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ അവർ തന്നെ പരിശോധിച്ച് അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഹരിയാനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹരിയാനയിൽ വലിയ കർഷക സമരം നടന്നതാണ്. ആ കർഷക സമരം നടന്നയിടത്ത് എങ്ങനെ BJP ജയിച്ചു നമ്മൾ തന്നെ ആ സമയത്തൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല, ആളുകൾ ഒഴുകിയെത്താത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ അവിടെയും ജയിക്കുന്നു. ഇങ്ങനെയുള്ള ജയങ്ങളെക്കുറിച്ചുള്ള സംശയം വരുന്നപ്പോഴാണ് ആദ്യം EVMുമായി ബന്ധപ്പെട്ട് ശരിയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സംശയം അവിടെ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം കോടതിയിലേക്ക് പോകുമ്പോഴും അവർക്ക് അനുകൂലമായ ഉത്തരം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ജനാധിപത്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ ക്രമക്കേട് നടത്തി. ഈ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ ഒരു 25 മണ്ഡലങ്ങളിൽ ഇതേ രീതിയിലുള്ള ക്രമക്കേട് നടത്തിയിട്ടാണോ മോദി ഇവിടെ പ്രധാനമന്ത്രിയായത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി
അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു സുതാര്യമായ കാര്യത്തിലേക്ക് കടക്കുമോ? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ തെളിവുകൾ തരാത്തത്? ഡിജിറ്റൽ തെളിവുകൾ എന്തിനാണ് ഇങ്ങനെ രഹസ്യമാക്കി വെക്കുന്നതെന്ന് ചോദ്യമുള്ളത്. അത് യഥാർത്ഥത്തിൽ ഇത് പ്രതിപക്ഷം മാത്രം പ്രതിപക്ഷത്തിന് മാത്രം ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതല്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിലും നമ്മൾക്കതിന് തെളിവുകൾ തരണം. ഈ മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് തരാൻ ബുദ്ധിമുട്ടുന്നത്? അത് തരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൽ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നൊരു സംശയം അവിടെ നിൽക്കുകയാണ്. ഈ സംശയങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും നമുക്ക് സംശയങ്ങളില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിലും നമുക്ക് സംശയങ്ങളുണ്ടല്ലോ. അതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിൽ നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി അവിടെ ഒരൊറ്റ എതിർ ശബ്ദം വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഒരൊറ്റ ശബ്ദം മാത്രം വരുന്നു. അപ്പുറത്ത് പ്രധാനമന്ത്രി നിയമിക്കുന്ന നിയമമന്ത്രിയുമാണ് ഉള്ളത്. അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പ്രധാനപ്പെട്ട BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തിയ വർഗീയ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നപ്പോൾ എത്ര തവണ അതിന്മേൽ നടപടിയെടുത്തിട്ടുണ്ട്? അങ്ങനെ നടപടിയെടുത്ത ലവാസെ എന്ന ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടി വന്നാൽ എങ്ങനെയാണ്? അതിനുശേഷം അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ കേസുകൾ വന്നു? ഇപ്പോൾ ഇരിക്കുന്ന ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്? ചോദ്യമുണ്ടല്ലോ. അദ്ദേഹം അമിത്ഷായുമായി ആഭ്യന്തര വകുപ്പിൽ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. അമിത്ഷായുടെ മോദിയുടെയും അടുപ്പക്കാരനാണ് എന്ന രൂപത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയെല്ലാം തെളിയിക്കണം. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത കാലത്തോളം ഇത് നോക്കൂ, ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ജനാധിപത്യ രീതിയിലാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ജനാധിപത്യം ഇല്ലാതായോ എന്ന് ഭയക്കേണ്ട സാഹചര്യമാണ് വന്നിരുന്നത്. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയല്ല, കള്ളത്തരത്തിലൂടെ അധികാരത്തിൽ കയറിയവരാണോ നമ്മളെപ്പോൾ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് പ്രതിപക്ഷം പ്രകടനം നയിച്ചുകൊണ്ട് ആയില്ല. നാളെ ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താൻ പോകുന്നു. തിങ്കളാഴ്ച രാജീവ് പ്രതിഷേധത്തിന് പോകുന്നു. ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമല്ല, ഇവിടുത്തെ ഓരോ പൗരൻ്റെ ആവശ്യമാണ്. നമുക്കതിൻ്റെ സത്യം തെളിയണം, സത്യം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ്. രാഹുൽ ഗാന്ധിയെ പറ്റി എപ്പോഴും പറയാറുള്ള രാഹുൽ ഗാന്ധി വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, വൈകാരിക പ്രകടനം നടത്തുന്നു. അങ്ങനെയല്ല, ഇന്ന് രേഖകൾ സഹിതം കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി എന്ന് ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചേർന്നിട്ടായിരിക്കും ഈ പരിശോധന നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ റിസർച്ച് ഉണ്ട്, അതിന്മേലുള്ള ഒരു കഠിന ശ്രമമുണ്ട്, അതിൻ്റെ ഫലമായി പുറത്തു വന്ന തെളിവുകളുണ്ട്. അതിന് കൃത്യമായ മറുപടി കിട്ടിയേ തീരൂ. അതല്ലാതെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ ഫ്രസ്ട്രേഷനാണ് എന്ന മറുപടി പര്യാപ്തമാകില്ല. ആ മറുപടി കിട്ടിയേ തീരൂ.